सलोना सा सजन है और मैं हूँ. എൻ്റെ പേര് മെഹ്റ ബിൻസി. ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെ രണ്ടത്താണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. മെഹ്റ ബിൻസി ഫ്രം മലപ്പുറം. മലബാറിൻ മകുടമേ മലപ്പുറം. ബൈതൂകൾ മൂളുന്ന കാറ്റലേ കണ്ടുവോ നീ ആമാരനെ ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ. ജനപ്രിയ റിയാലിറ്റി ഷോ ആയ കൈരളി TV പട്ടുറുമാലിൻ്റെ ഒരു പുതിയ സീസൺ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അതിലെനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പാട്ട് നന്നായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് പാടുന്നു. ബാക്കിയുള്ള സംഭവം നമുക്ക് ശരിയാക്കാവുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പോണോ നിൽക്കണം? അങ്ങോട്ട് നോക്കി. മാനത്തൊരു പൊൻതാരകം മഞ്ചാടി മണിച്ചിപ്പ് തുറന്നില്ലേ നിന്മായ കണ്ണിൽ മയ്യിട്ട് മയക്കീലേ. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ പട്ടുറുമാൽ വേദിയിലാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് പാട്ടുകൾ പഠിക്കാനും അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാനും പറ്റണമെന്ന് ആഗ്രഹമുണ്ട്. മുഹബത്തിന്റെ പാട്ടുകൾ പാടാൻ മെഹ്റ ബിൻസി പട്ടുറുമാലിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഫൈസൽ കന്മനം. നമുക്കേറെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ടുകൾക്കൊരു ജനകീയ മുഖം നൽകിയ കൈരളി പട്ടുറുമാലിന്റെ വേദിയിലേക്ക് നമ്മുടെ നാട്ടുകാരി കൂടിയായ നമ്മുടെ പ്രിയങ്കരിയായ മെഹ്റ ബിൻസി പ്രവേശിച്ചിരിക്കുകയാണ്. അവളുടെ ചിത്രവും പാട്ടുമൊക്കെ നമ്മളേറെ കണ്ടത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൂടെയും അതുപോലെ ഇന്റർസോൺ കലോത്സവത്തിലൂടെയാണ്. ആ പ്രതിഭ ഇന്ന് പട്ടുറുമാലിന്റെ വലിയ വേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കേറെ ആഹ്ലാദം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. അവൾക്ക് നന്നായി പെർഫോം ചെയ്യാനും അവൾക്ക് സമ്മാനം നേടുവാനും വിന്നറാകാനും ഒക്കെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട് എന്നുള്ളത് ആദ്യം എന്നോട് പറയുന്നത് എൻ്റെ മ്യൂസിക് ടീച്ചറാണ്, നിസാർ തൊടുപുഴ സാറാണ്. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട്, ഒന്ന് പങ്കെടുത്ത് നോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാനും ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയതൊന്നുമല്ല, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാം, അങ്ങനെ ആ ഒരു രീതിയിൽ പോയതാണ്. അപ്പം അങ്ങനെ എല്ലാ ഓഡിഷൻസും കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇവിടം വരെ എത്താൻ പറ്റി എന്നുള്ളത് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. और मैं हूँ सलोना सा सजन है और मैं हूँ जिया में एक अगन है और मैं हूँ. ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ എന്താ പറയുക, അവൾക്ക് അതിൽ പങ്കെടുക്കാനും ഒരവസരം കിട്ടിയതും അതിലുപരി അതിനൊരവസരം കൊടുത്തതിനും എല്ലാം കൊണ്ടും പറയുകയാണെങ്കിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മഴക്കാല സന്ധ്യ എനിക്കുള്ളതല്ലേ കുളിർത്താഴ്വര, എനിക്കുള്ളതല്ലേ മലർക്കാലമാകെ, എനിക്കുള്ളതല്ലേ കണിത്തേൻ കണം. ഫാമിലിയിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് ഇവിടെ വരെ എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും ഫാമിലിയാണ്. ഫാമിലിയുടെ ഉമ്മ ഉപ്പ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സ്. അതുപോലെ തന്നെ പിന്നെ എനിക്കെടുത്ത് പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സാണ്. ഞാൻ തിരുവനന്തപുരം KSMO കോളേജിൽ ഡിഗ്രി 3rd ഇയർ BA എക്കണോമിക്സ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്കിങ്ങനെ സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവരെനിക്ക് പ്രതീക്ഷിക്കാതെ എനിക്കൊരു സർപ്രൈസും ഒക്കെ തന്നിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു എനിക്ക്. ഇപ്പോൾ നാടിനോ വീടിനോ ഞങ്ങൾക്ക് അഭിമാനമായിട്ട് പട്ടുറുമാൽ വേദിയിൽ ഒരവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല ആശംസ നൽകുകയാണ്. കൈരളി പട്ടുറുമാൽ പുതിയ സീസണിലേക്ക് തിരഞ്ഞെടുത്ത ഞങ്ങളുടെ രണ്ടത്താണിയുടെ പാട്ടുകാരി മെഹ്റ ബിൻസിക്ക് എല്ലാവിധ പ്രാർത്ഥനയും അതുപോലെ തന്നെ ആശംസകളും നേരുന്നു.
തുടക്കമാണ്. സോ ഇനി അങ്ങോട്ടുള്ള ജേണിയിൽ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഇനി പട്ടുറുമാല വേദിയിലാണ്.